എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്രാവ് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്രാവിൻ്റെ കഷ്ണങ്ങൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു മുറി തേങ്ങ, 2 വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുടംപുളിയിലേക്ക്. ഇത് കഴിഞ്ഞ് തേങ്ങ എല്ലാം വറുത്ത് വരുമ്പോഴത്തേക്ക് അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും. ഇനി ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് തേങ്ങയും 2 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം ചെറിയ ഉള്ളി എന്നിവ ഇട്ട് കൊടുത്തു. അതിന് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഈ ഒരു സമയത്ത് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മൂന്ന് സ്പൂണ് മുളക് പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുക്കുക. ഒന്നും കൂടി മൂക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയും ചേർത്ത് ഒന്നും കൂടി വറുക്കുമ്പോൾ നല്ല ഒരു മണവും ടേസ്റ്റും ആയിരിക്കും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഒരു ചട്ടിയിലേക്ക് സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ച കുടംപുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 പച്ചമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇതിട്ട് ഒന്ന് ഇളക്കുക. ഇതിനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. പുളിയും ഉപ്പും എല്ലാം കഷ്ണത്തിൽ പിടിച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അതിന് ശേഷം അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂട്ട് ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് കുറുകി വരണം. സമയത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറുകി വരുന്ന സമയത്ത് ഒരു
വലിയ ടൊമാറ്റോയും കൂടി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി ഒന്ന് കുറുകാൻ വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്രാവ് കറിയുടെ റെസിപ്പിയാണിത്. ഈ ഒരു പാകത്തിന് കറി കുറുകി കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.